അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാകത്തില്ല. ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഈ ഇൻസ്റ്റയിലൊക്കെ അതേപോലെ യൂട്യൂബിലൊക്കെ അനാവശ്യമായ യൂസ്ലെസ് ആയ പല കാര്യങ്ങളൊന്നും കാണാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലത്തെ ഈ വീഡിയോ പോലത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വീഡിയോ പോലത്തെ യൂസ്ഫുള്ളായ വീഡിയോ നിങ്ങൾ കാണാൻ നോക്കുക. ഓക്കെ, ഇത് നോളജാണ്, ബേസിക് നോളജാണ്. മൂന്നാമത്തെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജ്യോതിഷത്തിന് ഏകദേശം 40% പോട്ട് ഒരു 30% നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ജ്യോതിഷത്തിനെ പറ്റി തേങ്ങ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും 30% കവർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഓരോ പ്ലാനറ്റിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജ്യോതിഷനെ നിങ്ങളെ ഭാവി പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ജ്യോതിഷനെ കാണാൻ പോവുകയാണെങ്കിൽ ആ ജ്യോതിഷന് ഒരു കാരണവശാലും നിങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. നിൻ്റെ കരിയർ ഇങ്ങനെയാവും അങ്ങനെയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ രാഹു കേതു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുമല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കിളിയൂ. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനത്തെ സംഭവം ഉണ്ടാകത്തില്ല. ഓക്കെ, ഒരു നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു, ഏകദേശം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു, ബേസിക് ലെവലിൽ നിന്ന് മറിക്കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് നോളജ് കിട്ടി കഴിയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ഇതാണ് ഈ വീഡിയോയിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ അറിയാൻ പറ്റും, ജ്യോതിഷത്തിനെ പറ്റിയുള്ള 30% അറിയാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് കുത്തിച്ചെന്ന് കണ്ടിട്ട് ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ജ്യോതിഷം തെറ്റാണെന്ന് പറഞ്ഞ് വാദിക്കാൻ വേണ്ട പല ആൾക്കാരുണ്ട്. ഈ പല ആൾക്കാർക്ക് ഒരു മറുപടിയാണ് ഈ വീഡിയോ. ഓക്കെ, ആ ഒരു മറുപടിയാണ് വീഡിയോ. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഒഴുത്തിനും എന്ന് പറയത്തില്ല, ഈ ജ്യോതിഷം പറഞ്ഞാൽ തെറ്റാണെന്ന് പറയത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതൊക്കെ പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പം ഞാനീ പറയുന്ന കാര്യത്തെ പറ്റി എനിക്കൊരു ഇതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് പോയാൽ നിങ്ങളെന്തോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജ്യോതിഷം പഠിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നതാണ്. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം മൈത്രയും തുപ്പി ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ ഞാനൊരു എക്സ്പെരിമെൻ്റൽ പ്രോപ്പർട്ടി ഞാൻ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അവരുടെ ലൈഫും വെച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെയായി, നിങ്ങളുടെ ലൈഫ് എന്തുകൊണ്ടാണ് അങ്ങനെയായി എന്നൊക്കെ നിങ്ങൾ ഒരു ബേസിക് ഐഡിയോളജി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് പാർട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതലും കിട്ടും. മനസ്സിലായി? അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എനിക്ക് പറയാമല്ലോ, വേറെ ഒന്നുമില്ല. ഹലോ, നമസ്കാരം. ഇറ്റ്സ് മീ കൃപ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് പ്ലാനറ്ററി ഇൻഫ്ലുവൻസിനെ പറ്റിയാണ്. അപ്പോൾ പ്ലാനറ്ററി ഇൻഫ്ലുവൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പാർട്ട് 1 ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 1 ചെയ്തിട്ട് മനസ്സിലാവാത്തവർക്ക് പാർട്ട് 2 ഒന്ന് കണ്ടു നോക്കുക. അതാണ് ഈ പറയുള്ളത്. പാർട്ട് 2 കാണുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, പാർട്ട് 1-നെക്കാട്ടും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, പാർട്ട് 1-ൽ ഞാൻ എനിക്ക് തോന്നുന്നു, ഞാൻ സംസാരിച്ച് വന്ന സമയത്ത് എന്തോന്ന് ഇതേപോലത്തെ സൂര്യ നമസ്കാരത്തിനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. ഈ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആകും. മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, പ്രൂഫ് അടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. എന്നും പറഞ്ഞ് ഫസ്റ്റ് വീഡിയോ കാണാതിരിക്കില്ല. ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ബേസിക്കാണ്, ബേസിക് കാര്യമാണ് ഞാൻ പറയുന്നത്, വെറും ബേസിക്കാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്ത സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായാലും കണ്ടു നോക്കുക, അതായത് സെക്കൻഡ് പാർട്ട് കാണുവാനാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന, ജ്യോതിഷത്തിനെ എതിർക്കുന്ന എതിർവാദിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഇത്രയും ദൂരെ കിടക്കുന്ന ശനി, ചന്ദ്രൻ, അതേപോലെ തന്നെ ചൊവ്വ, ഈ ഗ്രഹങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുമ്പേ അതൊരു സോഷ്യൽ മീഡിയയിൽ ആൾ പറയുന്ന കാര്യമാണ്, ചൊവ്വയെന്ന് പറയുന്നത് ഇത്രയും ദൂരെ കിടക്കുന്ന ഒരു പാവം പിടിച്ച ഗ്രഹമാണ്. ഈ പാവം പിടിച്ച ഒരു മനുഷ്യൻ്റെ ഒരു എഴുത്തിന് പെണ്ണിട്ടില്ലെങ്കിൽ, ഒരു എഴുത്തിനില്ലെങ്കിൽ, കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം കൊണ്ട് ഈ പാവം ചൊവ്വയുടെ താഴെ കൊണ്ടിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയുടെ താഴെ കൊണ്ടിടും. മനസ്സിലായില്ലേ?
എന്നിട്ട് പറയും എല്ലാത്തിനും കാണിച്ച് ചൊവ്വയാണെന്ന്. ഈ ചൊവ്വ മുകളിൽ നിന്ന് ചോദിക്കും, യവന്മാർ ഈ മണ്ടന്മാർ എന്തെങ്കിലും കണ്ടവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്തിനിടെ യവന്മാർ എൻ്റെ തലയിൽ കൊണ്ട് എല്ലാം കൊണ്ടുവിടണം. ഞാനൊരു പാവം ഗ്രഹമാണ്, ഭൂമിയിൽ നിന്ന് എത്രയോ അകലെയാണ് ഞാൻ, എന്നാലും എൻ്റെ തലയിൽ കൊണ്ടിടും എന്ന് പറയും. അപ്പോൾ ഈ ഒരു പോയിന്റാണ് എല്ലാം ജ്യോതിഷം എന്തോന്നാണ് തെറ്റാണെന്ന് എല്ലാവരും എന്തോന്നുണ്ട് പറയാൻ വേണ്ടി, ഓക്കെ, ഒരു ഇത് കൊടുക്കാൻ വേണ്ടി, തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന വാദങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന വാദങ്ങൾ ഞാൻ പറയണ്ടേ? ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു കുറച്ച് വാദങ്ങൾ കൂടെ ഞാൻ പറയണം. ഓക്കെ, സൂര്യൻ്റെ റേഡിയേഷനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അപ്പോൾ പറയും സൂര്യനിൽ നിന്ന് എന്തോ ചൂടായത് കൊണ്ട് ആണ് ഈ റേഡിയേഷൻ ഉണ്ടാകുന്നതൊക്കെ എല്ലാവരും പറയും. പക്ഷെ ചന്ദ്രനിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഇതാണ്, അവരങ്ങനെ അംഗീകരിക്കുന്ന കാര്യമേ അല്ല. ഈ ഞാൻ പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് മനസ്സിലായില്ലേ? ഇത്രയും പ്ലാനറ്റ് നമ്മുടെ ഇത്രയും ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസ്, സാറ്റേൺ, ജൂപ്പിറ്റർ എന്ന് പറയുന്ന യുറാനസ്, അതേപോലെ തന്നെ ശുക്രൻ, ശനി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളില്ലേ, ചന്ദ്രൻ, അതേപോലെ രാഹു, കേതു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ ജ്യോതിഷത്തിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലായാലും, ഒരു മനുഷ്യൻ്റെ കരിയറിലായാലും, ഒരു മനുഷ്യൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളിലായാലും ഇതെങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പറയാമോ, എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. ഇപ്പോൾ സൂര്യൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചന്ദ്രൻ്റെ കേസിൽ ചന്ദ്രൻ എങ്ങനെ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും ജ്യോതിഷന്മാർക്ക് വലിയ ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്യുക, മാനസിക ഹോസ്പിറ്റലിൽ ശരി ഭ്രാന്തക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് അവിടുത്തെ വാർഡന്മാരോടോ ഇല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റിമാരോടോ ഇല്ലെങ്കിൽ അവിടെ ഡോക്ടർമാരോടോ നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക, ഇവിടുത്തെ രോഗികൾ ഏത് സമയത്താണ് വയലൻ്റ് ആകുന്നതെന്ന് ചോദിച്ചു നോക്കുക. മനസ്സിലായില്ല? അവരെന്ത് പറയും? പൊതുവെ ഏത് സമയത്താണ് വയലൻ്റ് ആകുന്നതെന്ന് അവർ പറയും, പൂർണ്ണചന്ദ്രൻ വരുമ്പോഴാണ്. മനസ്സിലായില്ലേ? പൂർണ്ണചന്ദ്രൻ വരുമ്പോഴാണ് കൂടുതൽ വയലൻ്റ് ആകുന്നതെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, മൊത്തം ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമാവാസി എന്ന് നമുക്ക് പറയുമല്ലോ, ഡാർക്ക് മൂൺ. അപ്പോൾ ആ സമയത്തും ഇതേപോലെ മാനസിക രോഗികളൊക്കെ ഇതേപോലെ വന്ന് ഒരുപാട് വയലൻ്റ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, മനുഷ്യന്മാരെ തെളിയിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ എന്തോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ ഒരു മനുഷ്യന് ശാസ്ത്രീയമായി ഒരുപാട് പേർക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് നോക്കി നോക്കണം. പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കി നോക്കാം, നിങ്ങൾക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്ത് ഉറക്കക്കുറവ് കുറവായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം താമസിച്ച് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ടെസ്റ്റ് നോക്കിയാൽ ശരി, പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്ത് നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉറക്കം കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ താമസിക്കും, മൂഡ് സ്വിങ്സ്, ചിലവർക്ക് കഴിഞ്ഞതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് ക്ഷീണം തോന്നും. ഇത് ഓരോ കാറ്റഗറി വ്യത്യാസമാണ്. പക്ഷേ ഈ 3 ലക്ഷങ്ങളിൽ 1 ലക്ഷം നിങ്ങൾക്ക് എന്തായാലും തോന്നിയിരിക്കും ഈ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുമ്പോൾ. ഇതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അതേപോലെ തന്നെ മാനസിക ഹോസ്പിറ്റലിൽ ഇതേപോലെ ഡാർക്ക് മൂൺ, അതേപോലെ തന്നെ ഫുൾ മൂണും വരുമ്പോൾ, തെളിഞ്ഞ ചന്ദ്രനൊക്കെ വരുമ്പോൾ അവിടുത്തെ രോഗികൾ പ്രകടിപ്പിക്കുന്ന വയലൻസ്, അതും ഇതിൻ്റെയൊക്കെ ഒരു റീസൺ ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതിൻ്റെ പേര് ഞാൻ എന്തായാലും മറന്നുപോയി, ചന്ദ്രൻ ഭൂമിയിലോട്ട് വരുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ ചന്ദ്രൻ ഒരു പ്രത്യേക രൂപം മാറ്റി സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചുവന്നൊക്കെ ഇരിക്കും. ആ സമയത്ത് നിങ്ങൾ മുകളിൽ ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശാസ്ത്രപരമായി. അത് നിങ്ങൾക്ക് കണ്ണിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ ദിവസങ്ങളിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശാസ്ത്രപരമായ കാര്യം എന്താണ്? ശാസ്ത്രം പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ എന്തോന്നാണ്? ഇതൊക്കെ തെളിവാണ്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഭൂമിയിലുള്ള മനുഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവിടെ ഉറക്കക്കുറവ് കഴിഞ്ഞാൽ മെയിൻ കാരണം പൗർണമി സമയത്ത്. അപ്പോൾ ഇതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, ഇത്രയും ദൂരെ കിടക്കുന്ന ഒരു ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ എങ്ങനെയാണ് ഇവിടെയുള്ള ഒരു മനുഷ്യൻ്റെ ഉറക്കത്തെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടോ? അതാണെങ്കിൽ പറയല്ലോ, ഈ വാദിക്കുന്നവരൊക്കെ ഇതിനൊരു ഉത്തരവുണ്ടോ എന്ന് മാത്രം പറയുക. അതേപോലെ മാനസിക ഹോസ്പിറ്റലിൽ പൂർണ്ണചന്ദ്രനും അതേപോലെ അമാവാസ്യം എന്ന ഈ 2 ചന്ദ്രൻ വരുന്ന സമയങ്ങളിൽ മാത്രം എന്തുണ്ട്, ഈ രോഗികൾക്ക്, മാനസിക രോഗികൾ കൂടുതൽ വയലൻ്റായി കണ്ടുവരുന്നുണ്ട് ഈ 2 ചന്ദ്രൻ വരുന്ന സമയത്ത്. അതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയണം. അതൊരു എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ,
ഇനി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചന്ദ്രൻ അതും ചന്ദ്രന് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും എല്ലാത്തിൻ്റെ ഒരു എനർജി ഉണ്ട്. ആ എനർജി നമ്മുടെ ബോഡിയിലോട്ട് റേഡിയേഷൻ നമുക്ക് അടിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. അത് മാത്രമല്ല, സൂര്യനായാലും ചന്ദ്രനായാലും ചൊവ്വയായാലും അങ്ങനെയല്ല, നമ്മൾ എല്ലാ ഗ്രഹങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിനായാലും നമ്മുടെ കരിയർ ഗ്രോത്തിനായാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഇനി ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. ഇനി ഞാനൊരു അസ്ട്രോളജി പഠിച്ച ആളാണ്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. ഇനി ഞാൻ വേറൊരു തെളിവും കൂടെ ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവയ്ക്കാം. തെളിവെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, തെളിവല്ല. ഓക്കെ, ഞാൻ ആറ് സെക്ഷനിലോട്ട് പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചൊവ്വ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ദാമ്പത്തിക ജീവിതത്തിൻ്റെ കുടുംബം കലക്കി എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബം കലക്കിയെന്നാണ് നമ്മൾ ചൊവ്വ എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും ചൊവ്വാദോഷം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സംഭവം പോലെയാണ്. അപ്പോൾ ഈ ചൊവ്വാദോഷത്തിൻ്റെ സയൻറ്റിഫിക് റീസൺ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ ഈ ചൊവ്വയുടെ അധീനത്തിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ മനസ്സിലായി, ഞാൻ പറഞ്ഞ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നു. അത് മാത്രമല്ല, പൂർണ്ണചന്ദ്രൻ ഉണ്ടല്ലോ, പൂർണ്ണചന്ദ്രൻ, ആ സമയത്ത് ജനിച്ച കുട്ടികൾക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ ഇത് ശാസ്ത്രീയമായ തെളിവൊന്നുമല്ല, പക്ഷേ പൊതുവെ കണ്ടുവരുന്ന കാര്യം, ശാസ്ത്രീയമായി തെളിയിച്ചൊന്നുമില്ല ഇങ്ങനെയൊന്നും. പക്ഷെ ഇതേപോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാസ്ത്രം ഒന്നും കൂടെ അന്വേഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഉറക്കക്കുറവ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊച്ചിലേക്ക് നല്ല ഉറക്കമായിരിക്കും, പക്ഷേ അവരുടെ ലൈഫിൽ പകുതി കൂടുതലും അവർക്ക് നേരെ ഉറങ്ങാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? അങ്ങനെ ഉറക്കത്തിന് കുറവുണ്ടാവും എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇത് നമുക്ക് ചൊവ്വയിലോട്ട് വരാം. അപ്പോൾ ഈ ചൊവ്വ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ചൊവ്വയെ പറ്റി ഡെഫിനേഷനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചൊവ്വ എന്ന് പറയുന്ന കുറച്ച് വയലൻറ്റ് അഗ്രഷനൊക്കെ ഉള്ള സംഭവമാണ്. അതാണ് ചൊവ്വയെ പറ്റി ജ്യോതിഷത്തിൽ പറയുന്ന കാര്യം. അത് മാത്രമല്ല, ഈ ചൊവ്വയുടെ ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റി ജ്യോതിഷത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വയലൻ്റാണ്, ദേഷ്യമാണ്, അതേപോലെ തന്നെ മനസ്സിലായില്ലേ, ഒടുക്കത്തെ ഒരു ഇതാണ്. മനസ്സിലായില്ലേ? എല്ലാവരെയും കൺട്രോൾ ചെയ്യണം എന്നുള്ള സംഭവമാണ്. അങ്ങനെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്ത് ഒരുമാതിരിപ്പെട്ട ക്രിമിനൽസ് ഈ ചൊവ്വയുടെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വയലൻസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കും. ദേഷ്യം കൂടുതലായിരിക്കും. ഇതൊക്കെ ചൊവ്വയുടെ ഒരു പ്രത്യേക സംഭവമാണ്. അത് മാത്രമല്ല, ഈ ചൊവ്വയുടെ ഇതുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ചൊവ്വാദോഷത്തെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചൊവ്വയുടെ റേഡിയേഷനുള്ള ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന പാർട്ട്ണർ എങ്ങനെയായിരിക്കണം? അതേപോലെ ആയിരിക്കണം ഈ ചൊവ്വയുടെ റേഡിയേഷനുള്ള ഒരു വ്യക്തിയുടെ ഈ ചൊവ്വയുടെ റേഡിയേഷനുള്ള വ്യക്തിക്ക് ലൈംഗിക താല്പര്യം തോന്നുന്നത് എങ്ങനെ ലൈംഗിക താല്പര്യം നിങ്ങൾക്ക് അറിയാമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികൾക്ക് കൂടുതലും തെറി വിളിക്കുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമായിരിക്കും. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, കുറച്ച് മസ്കുലിറ്റിയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടമായിരിക്കും. അത് മാത്രമല്ല, കുറച്ച് തല്ലിപ്പൊളിയായ പെണ്ണുങ്ങളെയൊക്കെ ഇഷ്ടമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചൊവ്വാദോഷമുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചൊവ്വയുടെ നെഗറ്റീവായിട്ട് ബാധിച്ച ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരു തെറി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നാല് തെറി എന്തോന്ന് അവൾ ഇങ്ങോട്ട് പറയണം, എന്നാൽ മറ്റേ ലൈംഗിക അടുപ്പം അവർക്ക് തോന്നത്തുള്ളൂ. അതാണ് ചൊവ്വാദോഷത്തിൻ്റെ മെയിൻ സയൻറ്റിഫിക് റീസൺ. ഓക്കെ, 4 പേർ ഇങ്ങോട്ട് പറഞ്ഞാൽ അതൊക്കെ ലൈംഗിക ആകർഷണം മനസ്സിലായില്ലേ? അത് സാമാന്യമൊക്കെ പൊങ്ങത്തുള്ളൂ. അങ്ങനെ അപ്പോൾ ഒരു അഗ്രഷനിൽ നിന്നും വയസ്സിൽ നിന്നും ലൈംഗിക ആസ്വാദനം കണ്ടെത്തുന്ന ഒരു പ്രത്യേക ഒരു സ്വഭാവം ഉള്ള ആൾക്കാരാണ് ചൊവ്വയുടെ നെഗറ്റീവായി ബാധിച്ച ആൾക്കാർ, ചൊവ്വാദോഷവും അതേപോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവർക്കൊരു പാർട്ട്ണർ വരുമ്പോൾ എങ്ങനെയായിരിക്കണം? അതനുസരിച്ചുള്ള തിരിച്ചും ചൊവ്വയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു റെസ്ലറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചൊവ്വയുടെ എന്തെങ്കിലും ചൊവ്വാദോഷം ചൊവ്വ നെഗറ്റീവായി ബാധിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും തിരിച്ച് ബോക്സറോ കരാട്ടെ പഠിച്ചിരിക്കുന്ന ആളായിരിക്കാം. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിപിടി കൂടിയും ലഹള കൂടിയും അതിലൂടെ ലൈംഗിക സുഖം കണ്ടെത്തുന്ന ആൾക്കാരാണ് ചൊവ്വയുടെ അഡിക്ഷൻ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചൊവ്വയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു നിർത്തി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചന്ദ്രൻ. എന്താണ് ചന്ദ്രനെ പറ്റി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ചന്ദ്രനെ പറ്റി ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. നിങ്ങൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആരായാലും നിങ്ങൾക്ക് അങ്ങനെയുള്ളവർത്താണ് നിങ്ങൾ ചോദിക്കാറുള്ളത്. നിങ്ങൾ പറയുന്നല്ലോ ചന്ദ്രൻ എന്തായാലും നിങ്ങളെ ബാധിക്കുന്നില്ല. അപ്പോൾ
ഈ നിങ്ങളടുത്ത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നു, അപ്പോൾ ഞാൻ ഹോട്ടൽ ഫീൽഡിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് റിസപ്ഷനിസ്റ്റായിട്ട് ഞാൻ മുമ്പ് അപ്രന്റീസ്ഷിപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ചന്തേൻ്റെ ഒരു ഇതുണ്ട്, പ്ലാനറ്ററി ഇൻഫ്ലുവൻസ്. അതുകൊണ്ടാണ് അവർ വന്ന് നിൽക്കുന്നത്. ഓക്കെ, പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് അവിടെ കരിയറിൽ ചന്ത തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ റിസപ്ഷനിൽ അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ചെയ്യുന്ന മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് ഇവർക്കൊക്കെ ഈ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഫുഡ് എന്ന് പറഞ്ഞാൽ ചന്ത തന്നെയാണ്. മനസ്സിലായി, ചന്തയും ചെയ്ത സംഭവമാണ്. മനസ്സിലായില്ലേ? ഇനി ചന്തയെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലരുടെ ഹോട്ടൽ ഫീൽഡിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, അവർക്കാണ് കൂടുതൽ ഇത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഞാൻ ചോദിക്കുകയാണ്, ഹോട്ടൽ ഫീൽഡ് ഫുഡും ഫാഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഹോട്ടൽ ഫീൽഡിൽ എന്തോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഹോട്ടൽ ഫീൽഡിൽ ഞാൻ മാത്രമല്ല, എവിടെ ആയാലും. ഇപ്പോൾ ഹോട്ടൽ ഫീൽഡിൽ മാത്രമല്ല ചന്തേൻ്റെ ഇതേ ഇഷ്ടമുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണങ്ങളുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഒന്നാമത്തെ കാര്യം, പിന്നെ ഫുഡിനുള്ള അവൈലബിലിറ്റി കുറവ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ്. ഈ സംഭവം മൂന്നും ഒരുപോലെ ഈ പറഞ്ഞ 3 സംഭവങ്ങളും ഒരുപോലെയുള്ള വ്യക്തി ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായത് ഈ 3 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവ്, രണ്ടാമത്തെ കാര്യം ഉറക്കക്കുറവ്, മൂന്നാമത്തെ ഈ സംഭവം ഉള്ള ആൾക്കാർക്ക് എന്തോ ചെയ്യും. ഓക്കെ, അവരുടെ അമ്മയോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അമ്മയോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ത എന്ന് പറയുമ്പോൾ അറിയില്ല, ഫുള്ളി മദർലി നേച്ചറാണ്, മദറാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയുടെ വാത്സല്യമാണ് ചന്തയിൽ നിന്ന് ജ്യോതിഷത്തിൽ പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്തോന്നാണ്, നിങ്ങൾക്ക് എന്തോ ചെയ്യുന്നുണ്ട്, ചന്ത നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊക്കെ നിങ്ങളെ ബാക്കി കരിയറിൻ്റെ ബേസിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ചന്ത നെഗറ്റീവാണെന്ന് ഞാൻ പറയും. ഇത് രണ്ടാമത്തെ കേസ് ഞാൻ പറയാം. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫുഡെല്ലാം കിട്ടുന്നുണ്ട്, പക്ക ഫുഡ് കിട്ടുന്നുണ്ട്, ഉറക്കം ശരിയാവുന്നുണ്ട്, എല്ലാം ശരിയാവുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അമ്മയുമായിട്ട് നിങ്ങൾക്ക് എന്തോ ചെയ്യുന്നുണ്ട്, ഫുള്ളും അടിപിടി പ്രശ്നം. അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്നേഹമൊക്കെ ആയിരിക്കും ഇവർക്കൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു അകൽച്ച, മനസ്സിലായില്ലേ? ഇപ്പോൾ അമ്മയ്ക്കായാലും മോനായാലും എന്തോ അവർ തമ്മിലൊരു എന്തോ ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു അടിപിടി പോലത്തെ സംഭവങ്ങൾ. ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങൾ പ്രശ്നങ്ങൾ കാണും. ഓക്കെ, ഈ 2 കേസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഈ 2 കേസ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അമ്മയോട് ഇതേപോലെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഫുഡ് കൃത്യമായിട്ട് കിട്ടും. അവർക്ക് ഫുഡെന്ന് വെച്ചാൽ ഒരുപാട് കിട്ടും, അവർക്ക് ഫുഡൊന്നും കുഴപ്പമൊന്നും വരില്ല. അങ്ങനെയാണ് ചന്ത നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന ഒരു വ്യക്തിയിൽ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം. ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ പൈപ്പിൽ ഇപ്പോൾ വെള്ളം തുറന്ന്, അതിനെപ്പറ്റി ഞാൻ പറയാം. അത് പറഞ്ഞാൽ നിങ്ങൾ പറയും അതൊക്കെ എല്ലാവരും പുതിയ നടക്കുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറയും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുക്രൻ എന്താണ്? കലാപരമായ സംഭവങ്ങൾ തെളിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാ കലാകാരന്മാരും നിങ്ങൾക്ക് അറിയാം. അതിൽ ഞാൻ ഒറ്റ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ KS ചിത്ര നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ അതേപോലെ ഒരുപാട് പേരുണ്ടല്ലോ പാട്ട് പാടുന്നത്. ഇപ്പോൾ ഒരുപാട് കലാപരമായ കഴിവുള്ള ആൾക്കാർക്ക് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയാം, ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുമായി പ്രശ്നം ഉണ്ടാകും. മനസ്സിലായില്ലേ? കുട്ടികൾ വളരാനുള്ള പ്രശ്നങ്ങളൊക്കെ പൊതുവേ കണ്ടുവരും. എക്സാമ്പിൾ നോക്കണമെങ്കിൽ KS ചിത്രയൊക്കെ നമ്മൾക്ക് പറയാം. അത് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ വീഡിയോ വന്ന്. അതേപോലെ കല ഒരുപാടായി അമിതമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതമായി ഒരു വ്യക്തിക്ക് കലാവാസന കൊള്ളുന്ന ആൾക്കാർക്ക് അവർക്ക് കുട്ടികളുണ്ടാകത്തില്ല. നിർത്തിയിട്ടുണ്ടാവും, അവർക്ക് കുട്ടികളുണ്ടാകാൻ കുറച്ച് പാടാണ്. അതും കൂടെ ചിന്തിക്കണം. ഇപ്പോൾ കല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീക്ക് മീഡിയമായിട്ട് ടാലൻ്റുള്ള ആൾക്കാരല്ല, ഇപ്പം കലാപരമായി ഒരു പരിധി ഓവർ ടാലൻ്റുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ KS ചിത്രയെപ്പോലെ ആൾക്കാരും അതേപോലെ തന്നെ പല ആൾക്കാരും, ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുട്ടികളുണ്ടാകത്തില്ല, കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് തന്നെ എടുത്തോ, പാട്ടാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞത് കലയെന്ന് പറയുന്നത്. പാട്ട്, ഡാൻസ്, അതേപോലെ തന്നെ ഏത് മേഖലയിലായാലും അതിന് പീക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് കുട്ടികളുണ്ടാകത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറയാം കെ എസ് ചിത്ര, അതുപോലത്തെ ആൾക്കാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഞാൻ എന്തോ പറയുന്നുണ്ട്, സൂര്യനെ പറ്റി പറയും, സൂര്യൻ. അതേപോലെ തന്നെ ഇതേപോലത്തെ ചന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് മൂഡ് സിങ്സ് എന്ന് കഴിഞ്ഞാൽ വേറെ അത്രയേ ഉള്ളൂ. ഇതാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രനെ പറ്റി ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനും കൂടെ ഈ 2 വീഡിയോയും കൃത്യമായി കണ്ടാലേ ഇനി മനസ്സിലാവത്തുള്ളൂ. ഇനി സൂര്യനെ പറ്റി നമുക്ക് നോക്കാം. നമ്മൾ സൂര്യനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഒരാളെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മൈത്രയൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മൈത്രയൻ. അപ്പോൾ മൈത്രയൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ. ഓക്കെ, സൂര്യൻ എന്ന് പറയുന്ന അർത്ഥം ഉണ്ടാവും മൈത്രയൻ. അതേപോലെ കിരൺ. അപ്പോൾ കിരൺ എന്ന് പറയുന്നതിലും ഇതേപോലെ തന്നെ സൂര്യൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, മൈത്രൻ്റെ സ്വഭാവത്തെ പറ്റി ഞാൻ ജസ്റ്റ് ഡീകോഡ് ചെയ്യാം. മൈത്രൻ എന്ന് പറയുന്നത് കൃത്യമായി സൂര്യൻ്റെ എന്തുണ്ട് ഇതിൽ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിൽക്കുന്ന ഒരാളെ ചെയ്യുന്നത് സംസാരത്തിലൂടെ എന്ന് അവർ പരാജയപ്പെടുത്തില്ല. അങ്ങനെ ഒരു വാക്തർക്കത്തിൽ അവരെന്തായാലും പരാജയപ്പെടുത്തില്ല. അതേപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടെ സമൂഹത്തിൽ വില കാണും. അതേപോലെ തന്നെ സമൂഹത്തിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും, ഉന്മേഷമുള്ള ആൾക്കാരായിരിക്കും. അതേപോലത്തെ പല കാര്യങ്ങളും ഈ സൂര്യൻ്റെ ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് പറയുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഈ സൂര്യൻ്റെ റേഡിയേഷനുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വാക് സാമർത്ഥ്യം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും, ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരും. ഇതൊക്കെ സൂര്യൻ്റെ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. മനസ്സിലായി? എന്നും പറഞ്ഞ് മൈത്രൻ അങ്ങനെ ഇതൊന്നും ഇല്ലെന്നും പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല. മൈത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി കൃത്യമായി സൂര്യൻ്റെ റേഡിയേഷനുള്ള വ്യക്തിയാണ്. മനസ്സിലായി? ഇതൊക്കെ ഒരു സിംറ്റമാണ്. മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് വരുന്നവർക്കൊക്കെ സൂര്യൻ്റെ കൃത്യമായ സംഭവം ഉണ്ടെന്ന് മനസ്സിലാകാം. ഓക്കെ, അങ്ങനെ ഇതാണ് പറയാനുള്ളത്. ഇനി സൂര്യൻ നെഗറ്റീവും പോസിറ്റീവായിട്ട് എനിക്ക് മനുഷ്യൻ അങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരം. തന്നെ ഒരു രാജാവിനെ പോലത്തെ ഒരു സംഭവമാണ്. ഈ സൂര്യൻ എന്ന് പറയുന്ന സംഭവത്തിലോട്ട് ഞാൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ആജ്ഞാശക്തിയൊക്കെ പറയുന്ന സംഭവമാണ് സൂര്യൻ്റെ ഒരു ഇതിൽ. ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം ഉന്മേഷക്കുറവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയൊക്കെ ചെയ്യാൻ കുറച്ച് ഡൗൺ ആക്കി നിൽക്കും. ഇപ്പോൾ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും, ചെയ്യുന്നത് സ്ലോ ആയിരിക്കും ആൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണം പോലെ തോന്നും. അതേപോലെ തന്നെ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമായിട്ട് അത്ര കണക്ഷൻ കാണത്തില്ല. അങ്ങനെ അച്ഛനായിട്ട് കണക്ഷൻ ഇല്ലായ്മ, അതേപോലെ തന്നെ നീങ്ങുന്നുണ്ട് ഈ മുടിയില്ലായ്മ, മുടി കുറഞ്ഞത്, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് സൂര്യൻ്റെ ദാമ്പത്തിക ജീവിതം, സൂര്യന് ചന്ദ്രൻ ചെയ്യും. ഇപ്പം നമുക്ക് ഒരു ആൻസറില്ല, ഗ്രഹനില എങ്ങനെയാണ് ബാധിക്കുന്നത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഗ്രഹനില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ നോക്കും, ക്രിസ്ത്യൻസൊക്കെ നോക്കുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹനില ഇപ്പം ഇതേപ്പോൾ 100 പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൽ 10 പൊരുത്തം, 100ൽ 90 പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിക് സയൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്, നിങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, മനസ്സിലായില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ നമ്മൾ നോക്കിയാൽ മതി. ആ വ്യക്തിയുടെ ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് സിങ്സ് ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ പോലും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേഷ്യൻസ് കൂടുതലായിരിക്കും, എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കുറച്ച് കെയറിങ് നേച്ചർ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഡൊമിനൻസി കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന ഭർത്താവ് പറയുന്ന പോലെ ഈ ഭാര്യ കേൾക്കും. മനസ്സിലായി? ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സൂര്യൻ്റെ ഇതാണ്, റേഡിയേഷനാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ ഈ ഒരു ഭാര്യ കേൾക്കും. അതേപോലെ അടക്കും ചിട്ടയോടെയൊക്കെ പറയും. അതേപോലെ തിരിച്ചു ഇപ്പോൾ സൂര്യൻ്റെ റേഡിയേഷനുള്ള ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ സാമൂഹികപരമായി രാഷ്ട്രീയത്തിലൊക്കെ ഇപ്പോൾ ഇലക്ഷനൊക്കെ ജയിച്ച ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇലക്ഷനിൽ ജയിച്ചവരും ഇതിൽ തന്നെ പോളിംഗ് അങ്ങനെയൊക്കെ ജയിച്ച് രാഷ്ട്രീയപരമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ നോക്കിയാൽ മതി. അവരുടെ ഭർത്താവിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഭർത്താവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ സാജിത്വം നടക്കുന്ന ഒരുത്തനെന്നൊക്കെ നമ്മളെല്ലാവരും പറയും. അങ്ങനെ പറയുന്നതല്ല, എന്നാൽ പോലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭാര്യ എന്ത് പറയുമോ അതനുസരിച്ച് ഇവർ നിൽക്കും. അതാണ് ഭാര്യയുടെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ സൂര്യനാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാര്യയ്ക്ക് ഒരു കാര്യത്തോടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരു കാര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ ഒരു കാര്യത്തെ പറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതേപോലെ തന്നെ കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിരിക്കും. ഈ ഭർത്താവിനെ ഡൊമിനേറ്റ് ചെയ്യുന്നൊരു എന്ന് വെച്ചാൽ ഈ ഭർത്താവിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന സ്വഭാവമായിരിക്കും ഇങ്ങനെയൊക്കെ. ആ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സഹിക്കുകയും ചെയ്യും. ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് എപ്പോഴും താഴെ ആയിരിക്കും. ഇപ്പോൾ സൂര്യൻ്റെ റേഡിയേഷനുള്ള ഒരാൾ ഇപ്പം എവിടെ ഒരു പൊതു സദസ്സിൽ പോയി കഴിഞ്ഞാൽ എടാ അത് ചെയ്യടാ, ഒരു കല്യാണ മണ്ഡപത്തിലോ അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും പൊതു സദസ്സിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറയും ചെയ്യും, നീ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നൊക്കെ പറയും. ഇയാൾ പറഞ്ഞ പോലെ ബാക്കിയുള്ളതൊക്കെ കേൾക്കും. ഇതൊക്കെ ഒരു സൂര്യൻ്റെ റേഡിയേഷനിൽ വരുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയം അതേപോലെ തന്നെ സംഭവമാണ്. മനസ്സിലായില്ലേ? പിന്നെ പോലീസ്, IPS അതേപോലത്തെ വലിയ ഉയർന്ന മേഖലയിൽ നിൽക്കുന്നവരൊക്കെ. വേറെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് MRS തൊപ്പിയെ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്കറിയാം, എല്ലാ യൂട്യൂബേഴ്സിനൊക്കെ അറിയാം MRS തൊപ്പിയെ. അപ്പോൾ അയാളെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഓക്കെ, അയാളെന്ന് വെച്ചാൽ രാജാവിനെ പോലെയാണ് അയാൾ ജീവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് സെയിം ഇത് സൂര്യൻ്റെ റേഡിയേഷൻ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ജാസി നോക്കാം. ജാസി തൊപ്പി MRS തൊപ്പി എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൽ നമുക്ക് ജാസി നോക്കാം. ജാസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഡൊമിനേറ്റിംഗ് ഒരിക്കലും അല്ല. കാരണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് പുതു സംഭവത്തിലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ MRS തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ചന്ദ്രൻ്റെ ഇതിൽ വരുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ചന്ദ്രൻ അത്രയേ ഉള്ളൂ. ചന്ദ്രൻ്റെ റേഡിയേഷൻ വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ MRS തൊപ്പി എന്ന് പറയുന്ന ഈ ഗ്യാങ്ങിൽ വരുന്ന എല്ലാവരും. ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് സൂര്യൻ്റെ റേഡിയേഷനിൽ വരുന്നത്. മനസ്സിലായില്ല? അങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൽ നിന്നും അടിമത്തിൽ നിന്നും പുറത്തു വരാനുള്ള ടെൻഡൻസിയും അതേപോലെ തന്നെ ഒരു രാജാവിനെ പോലുള്ള ജീവിതവും. ഇതാണ് സംഭവം. ഇപ്പം ഈ തൊപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പൊതുമേഖലയിൽ പോയാലും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈത്രനെ പോലെ ആയിരിക്കും. മൈത്രനെ പോലെ കുറച്ച് മൈത്രൻ തൊപ്പിയൊക്കെ ഒരു കാറ്റഗറി ആണല്ലോ. മനസ്സിലായില്ല? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആജ്ഞാപിക്കാനും അതേപോലെ തന്നെ രാജാവിനെ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഒരു പ്രകടിപ്പിക്കും അവരുടെ സംസാരത്തിലായാലും അങ്ങനെയൊക്കെ. ഇതാണ് നമ്മൾ ഈ പറയുന്ന പോലെ എന്തോന്നാണ് സൂര്യൻ്റെ ഇൻഫ്ലുവൻസിലോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ജനങ്ങളെ പറ്റി ഞാൻ പറയുന്നത്. ഇനി ലാസ്റ്റ് ഞാൻ പറയുന്നത് കേതുവിനെ പറ്റിയാണ്. കേതുവിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഫുള്ളും ആത്മീയതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ പോലെ ഞാൻ എന്ന് പറയുന്ന ഒരു ആത്മീയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രോവേർട്ടായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദാരിദ്ര്യം പിടിച്ച സന്യാസിമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഘോരിമാർ, മഹർഷികൾ, യോഗികൾ, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേതുവിൻ്റെ റേഡിയേഷൻ എന്നൊരു വ്യക്തികളാണ്. മനസ്സിലായി? കേതു എന്ന് പറയുന്ന പ്ലാനറ്റിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ തത്വചിന്തകന്മാർ, ഫിലോസഫേഴ്സ്. ഇപ്പോൾ ഫിലോസഫർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാച്ചസ് സ്കോഡിൽ അതിനൊക്കെ അങ്ങനെയൊക്കെയാണ്. മനസ്സിലായി? ഫിലോസഫേഴ്സ്, അതേപോലെ തന്നെ കുറച്ച് ഒറ്റപ്പെട്ടൊരു രീതിയിലുള്ള ഒറ്റപ്പെടൽ, ഇവ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേതുവിൻ്റെ റേഡിയേഷൻ ഉള്ള ഒരു ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംഭവമാണ്. മനസ്സിലായി? അതിൽ കേതുവിൻ്റെ റേഡിയേഷൻ ഉള്ളവരൊക്കെ രക്ഷപ്പെടാൻ കുറച്ച് പോസിബിലിറ്റി കുറവാണ്. ചിലർ രക്ഷപ്പെടും, ചിലർ രക്ഷപ്പെടില്ല. അങ്ങനെയാണ് കേതുവിൻ്റെ റേഡിയേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരൊക്കെ ഈ കേതുവിൻ്റെ റേഡിയേഷനിലുണ്ട്. മനസ്സിലായില്ലേ? ചിലരൊക്കെ രക്ഷപ്പെടും. ഇപ്പോൾ ജ്യോതിഷം പഠിക്കുന്നവരൊക്കെ കൂടുതലും കേതുവിൻ്റെ റേഡിയേഷൻ അവർക്ക് എന്തായാലും കാണും അവരുടെ ലൈഫിൽ. ഇതാണ് കേതുവിനെ പറ്റി പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ശനിയെ പറ്റി പറയാം. ശനിയുടെ പറ്റി നമ്മൾ ബേസിക്ക് പറയുകയാണെങ്കിൽ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ജോലി കിട്ടത്തില്ല. ഒരു കാര്യത്തിൽ പോയാലും ശനിയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശനിയുടെ റേഡിയേഷൻ ഉള്ളവർക്ക് ഈ കാലിന് അസുഖം വരും. മനസ്സിലായില്ലേ? കാല് സംബന്ധമായിട്ടുള്ള അസുഖമാണ് വേണ്ടത്. മനസ്സിലായി? വെച്ച് കഴിഞ്ഞാൽ സൂര്യനിലോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ടിലാണ് അസുഖം വേണം. പക്ഷേ ശനിയിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. ശനിയിലോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് വെച്ച് കഴിഞ്ഞാൽ കാലിലേക്ക് അസുഖം. അപ്പോൾ കാലിൽ എന്ത് അസുഖം കൂടുതലായിട്ടുള്ള അസുഖം ഇപ്പോൾ വെരിക്കോസ് ആയാലും മഞ്ഞപ്പിത്തമൊക്കെ ആൾക്കാരത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ പോലീസിൽ മിലിറ്ററിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ അവർ വണ്ടി ഓടിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നതായിരിക്കും. ഈ ഇരുമ്പെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ശനിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. ഇപ്പോൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോകുന്നതൊക്കെ വലിയ ശനിയുടെ റേഡിയേഷനുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? എല്ലാവരും ലോകത്തുള്ള എല്ലാ വെൽഡിംഗ് വർക്ക്ഷോപ്പിലും അതേപോലെ ഡ്രൈവിങ്ങിലോട്ട് നിൽക്കുന്ന ഇരുമ്പുമായി സംബന്ധിച്ച് എന്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ട്രാവലിംഗ് ആയാലും എന്തായാലും ഈ ശനിയുടെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്നത് കാലുമായിട്ടുള്ള ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. മനസ്സിലായി? കാല് മാത്രം ഞാൻ പറയുന്നില്ല, പക്ഷേ ശനിയിൽ പൊതുവെ കാലിനാണ് അസുഖം വരുന്നത്. അത് മാത്രമല്ല വേറൊരു ശനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിച്ചുള്ള പ്രമോഷൻ.
ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരാൾ സർവീസ് നിന്നാൽ പോലും അവർക്ക് പ്രമോഷൻ കിട്ടുന്നത് വളരെ പതിയായിരിക്കും. ഇതാണ് പറയുന്നത് ശനിയുടെ റേഡിയേഷൻ. അതേപോലെ കല്യാണം കഴിക്കുമ്പോൾ, ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റാവുമെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല. ലേറ്റായി നീ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് താമസം ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ശനി നെഗറ്റീവ് ആകുമ്പോഴാണ് ഇത് പറഞ്ഞ പോലെ കല്യാണം താമസിച്ച് കഴിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായി? അതും ശനിയുടെ എന്ന് വെച്ചാൽ ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇത്രയേ ഉള്ളൂ, സ്ലോ, അത്രയേ ഉള്ളൂ. എല്ലാത്തിനും സ്ലോ, ബേസിക് ഡെഫിനിഷൻ സ്ലോ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്ത് സ്ലോ മോഡിലോട്ട് പോകും. ശനിയുടെ റേഡിയേഷൻ ഉള്ളവരൊക്കെ ചിലവരൊക്കെ ഈ ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അഫക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. കൂടുതൽ നെഗറ്റീവായി ബാധിച്ചവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല സ്ലോ ആയിരിക്കും. ഇപ്പോൾ എന്ത് വർക്ക് ചെയ്തവർക്ക് കുറച്ച് സ്ലോ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരു കുറവായിരിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് ശനിയെ പറ്റി പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ശനിയെ പറ്റി ഇനിയും നമുക്ക് പറയാനുള്ള. ഓക്കെ, അതേപോലെ തന്നെ ശനിയെ പറ്റി പറയുന്നത് വെച്ചാൽ ബേസിക്കലി പറയുന്നത് സ്ലോ ആണ്. ബെസ്റ്റ് സ്ലോ ആണ് ശനിയുടെ റേഡിയേഷൻ ഉള്ളത്. ശനിയുടെ റേഡിയേഷൻ ഉള്ള ജോലികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ എന്താണ് ഇതേപോലെ സംഭവങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടിക്കുന്ന പണി, ഇരുമ്പുമായി ബന്ധപ്പെട്ട പണി, അതൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കൊല്ലപ്പണിക്കാർ, അതേപോലെ തന്നെ ഈ ഇപ്പം ഇരുമ്പ് കൊണ്ട് എന്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഇവർ നോക്കിയാൽ മതി. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയുടെ ഇതിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി, അങ്ങനെയൊക്കെ ബിൽഡിംഗ് വർക്ക്ഷോപ്പ് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ശനിയുടെ ബേസിക് സംഭവം. ഇതാണ് ശനിയുടെ റേഡിയേഷൻ വരുന്ന ജോലികളൊക്കെ, അങ്ങനെയൊക്കെ. ഓക്കെ, ഇതാണ് സംഭവം. നിങ്ങൾക്കറിയണോ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് സംശയം തോന്നും, ഇപ്പോൾ ഞാൻ ഗ്രഹത്തിൻ്റെ റേഡിയേഷനാണ് ജനിച്ചത്, നിങ്ങൾക്ക് സംശയം ഉണ്ടായി നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്നെ വിളിക്കുക. ഇതിൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്തതിന് ശേഷം എന്തോന്ന് അങ്ങനെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് നേരിട്ടൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഏത് റേഡിയേഷനിലാണ് നിങ്ങൾ ജനിച്ചതെന്നൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ ഭാവിയെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പൈസ ഒന്നും വാങ്ങത്തില്ല, ഒരു പൈസ ഞാൻ വാങ്ങത്തില്ല. ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്, ഒരു പൈസ ഞാൻ വാങ്ങത്തില്ല. കാരണം ഞാൻ ഒരു ബിഗിനറാണ്. ഇപ്പോൾ ബിഗിനറായിട്ട് ഒരാൾ ഈ കാര്യങ്ങളെ പറ്റി പറയുക മിസ്റ്റേക്കുകൾ പറ്റുക, അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും പൈസ ഒന്നും വാങ്ങത്തില്ല, ഫ്രീ ആണ് സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് ശനിയെ പറ്റി ബേസിക്കായി പറയാനുള്ള കാര്യം. ഇതാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ കേരളയിലോട്ട് വരികയാണെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്, അങ്ങനെയൊക്കെ. ഇതാണ് ബേസിക് ഡെഫിനിഷൻ, ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ചന്തയിലോട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും, ചന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഫീൽഡിലാണ്. ഇപ്പം നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ചന്തേൻ്റെ റേഡിയേഷൻ ആൾക്കാരാണ്. ചന്തേൻ്റെ ബുധൻ്റെ, മനസ്സിലായില്ലേ? ബുധൻ്റെ റേഡിയേഷൻ ഉള്ളതൊക്കെ ഫ്രണ്ട് ഓഫീസിലോട്ട് പോകും. ചന്ത റേഡിയേഷൻ ഉള്ളതൊക്കെ ഇതേപോലെ ഫുഡ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ സർവ് ചെയ്യാനൊക്കെ നിൽക്കും. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ചന്തേൻ്റെ ഇതിലോട്ട് പറയാൻ നമുക്ക് IT ഫീൽഡിൽ ഒരുപാട് ആൾക്കാരെ നോക്കാം. ചന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചില ചന്ത റേഡിയേഷൻ ഉള്ളവർക്കൊക്കെ ഫുഡ് നല്ല രീതിക്ക് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം. ഞാൻ നേരെ ചന്തയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അത് മാത്രമല്ല വേറൊരു കാര്യം, ഇപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യം നമുക്ക് കണ്ടിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് വെച്ചാൽ 12-16 മണിക്കൂറുള്ള പണിയാണ് കാണും, 12 മണിക്കൂർ പണിയാണ്. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കാണത്തില്ല, മൈൻഡ് ഭയങ്കര പ്രഷറായിരിക്കും, മൂഡ് സ്വിങ്സ് വരും, ഉറക്കക്കുറവ് വരും. അതേപോലെ ഈ ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കുക, സത്യമാണോ അല്ലയോ നിങ്ങൾ ചോദിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആരെടുത്തായാലും, ഇപ്പോൾ അതിന് റിസപ്ഷനിസ്റ്റ് ആയാലും, ഇപ്പോൾ അങ്ങനെയൊക്കെ എന്ത് സംഭവത്തിൽ നിന്നാലും എനിക്ക് തന്നെ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് യൂസ് ആക്കുന്ന വരുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെടുത്തായാലും നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ റിസപ്ഷൻ ഫ്രണ്ട് ഓഫീസിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സംഭവം ചെയ്യുന്നത് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കാണാം, ചില ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കാണത്തില്ല. അതേപോലെ തന്നെ മൂഡ് സ്വിങ്സ് വരും. ഈ സംഭവങ്ങളൊക്കെ ഈ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വ്യക്തികളെക്കാട്ടിയും കുറച്ച് കൂടുതലായിരിക്കും ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. സാധാരണ വ്യക്തികളെക്കാട്ടിയും കൂടുതലായിരിക്കും. ശുക്രൻ റേഡിയേഷൻ ഉള്ളവരെക്കാട്ടി, അതേപോലെ തന്നെ സൂര്യൻ റേഡിയേഷൻ ഉള്ളവരെക്കാട്ടിയും, അതേപോലെ തന്നെ അങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ പ്ലാനറ്റ് യൂണീക്കായിട്ട് വരുന്ന ഒരു സ്വഭാവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ.